ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ലുക്കാണ്. ആൻഡ് ഇത് എന്താ പറയുക, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ബേസിക് ആൻഡ് ഏറ്റവും നോർമൽ, എല്ലാവർക്കും അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ്. സോ നമുക്ക് വേഗം അഫോർഡബിൾ റേഞ്ചിലുള്ള ബിഗിനർ മേക്കപ്പ് കാണാം. അതിനൊക്കെ മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ചെറിയ ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ലൊരു മേക്കപ്പ് ചെയ്യുക ഫോർ ബിഗിനേഴ്സ് എന്നുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഒരു ബിഗിനേഴ്സിന് മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ഞാൻ 2 ഐറ്റംസ് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറയും. അതിലേതെങ്കിലും ഒന്ന് വാങ്ങിയാലും മതി. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ അല്ലെങ്കിൽ ഒരു ബ്രഷ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വാങ്ങിയാൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കാരണം അതിൻ്റെ ഒരു ഡിഫറൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ഫേസ് ആണ്. ഇതിലേക്ക് ഫൗണ്ടേഷനായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ലാക്മി ഇൻവിസിബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ കിട്ടും. അത് നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ഷെയ്ഡ് റേഞ്ച് നോക്കിയിട്ട് തന്നെ എടുക്കുക. അതിന് ശേഷം അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ലാക്മിയുടെ അല്ല ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് ഏതാ ഫൗണ്ടേഷൻ ഞാനിവിടെ പറയുന്നില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ഐ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് ഏറ്റവും അഫോർഡബിൾ എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. സോ അത് ഞാൻ കുറച്ച് എടുത്ത ശേഷം നന്നായിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓൾ ഓവർ ദ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് നമ്മളിത് അപ്ലൈ ശേഷം ആസ് എ ബിഗിനർ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്യുക. ഞാൻ ഒരു സൈഡ് അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം, മറ്റേ സൈഡ് ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസും മനസ്സിലാവും ആൻഡ് ആ ഒരു ഈസിനെസ്സും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഞാൻ ഈ ഒരു പോർഷനിൽ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പൂനെ സ്പഞ്ചാണ്. ഇതിന്റെ പ്രൈസ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഇത് ബിഗിനേഴ്സിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ പോലെ കാണിച്ചു തരുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇത് മിക്സ് ചെയ്യാം. ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ എവിടെയും മുളച്ച് നിൽക്കുന്നൊന്നും ഇല്ലാതെ ഇത് ഓരോ സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടൊന്നും നിൽക്കണില്ല, നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പറയണത് ഇതൊന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. 2 ഓപ്ഷൻസ് ആണ് തരിക. ഒന്ന് ലാക്മേയുടെ നോർമൽ കോമ്പാക്ട് പൗഡറും, അടുത്തത് കുറച്ചും കൂടെ ഒരു തൊട്ടടുത്ത ലെവൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് മെബലൈൻ ന്യൂയോർക്കിന്റെ ഒരു വൈറ്റ് സൂപ്പർ ഫ്രഷ് എന്ന് പറഞ്ഞ കോമ്പാക്ട് പൗഡർ. ഇതാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഫ്രണ്ട് പോയിട്ട്, അതാണ് ഞാൻ ബാക്ക് കാണിച്ചിരുന്നത്. പിന്നെ അടപ്പ് മിറർ മാത്രമായിട്ട് ഇത് വിട്ടുപോകുന്നു. അപ്പൊ ഇതാണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്പോഞ്ച് കിട്ടും, അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു കുഞ്ഞു സ്പോഞ്ചാണ്. ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. മിനിമം ഒരു പ്രൈമറിന് ഒരു 500 റുപ്പീസ് വരും. നമ്മൾ മാക്സിമം 500 ബിലോ എന്നുള്ള റേഞ്ചിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ പറയുന്നുണ്ട്, കാരണം കുറച്ച് റേറ്റ് വ്യത്യാസമുള്ളതിൽ നല്ല പ്രൊഡക്ട്സും പറയുന്നുണ്ട്. സോ നമ്മൾ ലാക്മേയുടെ ഫൗണ്ടേഷൻ ഇട്ടു, അതിനുശേഷം നമ്മൾ മെബലൈൻ്റെ അല്ലെങ്കിൽ ലാക്മേയുടെ തന്നെ കോമ്പാക്ട് പൗഡർ ഇട്ടു. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഐസ് ആൻഡ് ബാക്കി കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ വല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഒരു 150 അല്ലെങ്കിൽ ഒരു 200-250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മേക്കപ്പ് സെറ്റ് വാങ്ങിക്കാൻ കിട്ടും. സെറ്റായിട്ട് തന്നെ മേക്കപ്പ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. ജസ്റ്റ് ഇതിന്റെ പ്രൈസ് 332 ഉണ്ട്. ഇത്രയും വലുതൊന്നും വാങ്ങിക്കണ്ട, ഒരു മീഡിയം ലെവൽ ഒരു 150 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു 200-250 രൂപയുടെ ഒക്കെ ഉണ്ട്. അത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഈവൻ മിറർ ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഓഫ് ഐ ഷാഡോസ് കിട്ടും. പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, കോമ്പാക്ട് പൗഡർ കിട്ടും, നല്ലൊരു ഹൈലൈറ്റർ കിട്ടും. പിന്നെ അടിയിൽ നോക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കും കിട്ടും. ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ല നമുക്ക്, എങ്കിൽ പോലും ഇത്രയും ഐറ്റംസും ഉണ്ടായിരിക്കും, ബ്രഷും ഉണ്ടായിരിക്കും. അപ്പൊ വേറെ ഒന്നും നിങ്ങൾ പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട. ഞാൻ ഇന്ന് ഇത് വെച്ചിട്ടാണ് ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കുള്ള ഒരു മേക്കപ്പ് കാണിച്ചു തരാൻ പോകും. തന്നെയുള്ള ഒരു ബ്രഷില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഏറ്റവും ലൈറ്റ് കളർ, കാരണം നമ്മൾ നോർമൽ മേക്കപ്പ് ആണ്, ബിഗിനർ ആണ്, ഒന്നും അറിയാത്തവരാണ്. അപ്പൊ ഈ പച്ചയും ചോപ്പയും മഞ്ഞയും ഒന്നും കണ്ണിലിട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചെയ്യാൻ പോണത് ഈ ഒരു ഷെയ്ഡാണ്, ഒരു ഗോൾഡൻ ടൈപ്പ് ഓഫ് ഷെയ്ഡ്, ഈ ഓറഞ്ചിന്റെ അടുത്തുള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് ഇതിന്റെ തന്നെ സംഭവം കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇടാനൊക്കെ എളുപ്പമാണ്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യേണ്ടതും കൂടെ കാണിക്കാം. ജസ്റ്റ് ഐ ഷാഡോ ഇതിൽ എടുക്കുക, അതിനുശേഷം കണ്ണടച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പേർട്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. നോർമലായിട്ട് മിററിലൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും കാണിച്ചു തരുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് എന്നുള്ള രീതിയിൽ.
യാ, അപ്പം നന്നായിട്ട് ഐസ് രണ്ടും ഐ ഷാഡോസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഐ ഷാഡോ പാലറ്റിൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് ബ്ലഷസ് കാണാം, അല്ലെങ്കിൽ ഒരുപാട് കളേഴ്സ് കാണാം. അതിലൊരു റെഡിഷ് ടൈപ്പ് ഷെയ്ഡ് എടുത്തിട്ട് ഞാനൊന്ന് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിർബന്ധമില്ല, ബിഗിനേഴ്സ് ബ്ലഷ് അപ്ലൈ ചെയ്യണമെന്നേ ഇല്ല. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ 2 വിരലുമേ അപ്ലൈ ചെയ്യണം. കാരണം അത്രയും ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. കണ്ടോ, 2 വിരലുമേക്ക് ആക്കി. ഇതുമേ 2-ലാക്കിയ ശേഷം ജസ്റ്റ് ഈ ഒരു പോർഷനല്ലേ ഇവിടെ ഇങ്ങനെ 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 ഒന്ന് തൊട്ട് കൊടുക്കുക. സെയിം ഇവിടെയും ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കുക. കണ്ടോ, ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വന്നു. അതിനുശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡാക്കി കൊടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യേ വേണ്ട. ഈ ബ്ലഷ് അപ്ലൈ ചെയ്ത ഫേസിന് ഒരു വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കൂടുതലും പുതിയതായിട്ട് വാങ്ങിക്കാൻ പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, അതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഒരുപാട് കാര്യങ്ങൾക്ക്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഞാനിതിൽ ഒരു ഇത്തിരി കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഇനി അതില്ലെങ്കിൽ ഇതിൽ തന്നെ ഉള്ളിൽ കാണും കുറച്ച് ഗ്ലേസിങ് ഉള്ളതും കാണാം, ഗ്ലേസിങ് ഇല്ലാതും കാണാം. അപ്പം ഞാൻ ഗ്ലേസിങ് ഉള്ളത് എടുത്തിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട്. അതേപോലെ തന്നെ ഇവിടെയും ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതന്നെ എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ഏരിയാസിൽ അത് നമ്മുടെ ഐബ്രോസിന് ഒരു ലുക്ക് കൊടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബ്രോ ബോൺസിലും കൂടെ ഇതൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ബിഗിനറിന് വേണ്ട ഒരു ഐറ്റമാണ് എന്താ നമ്മുടെ ഐബ്രോ പെൻസിൽ. അതില്ലാണ്ട് ഒരു കളിയില്ല. അപ്പോൾ ഐബ്രോ പെൻസിൽ ഏറ്റവും ലോക്കൽ കിട്ടും. ഒരു 10 രൂപ വരെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. 10-12 തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ADSൻ്റെയാണ്. അപ്പോൾ 12 രൂപയൊക്കെ ഉള്ളൂ. അത് ഒരെണ്ണം വാങ്ങിക്കുക. അത് മസ്റ്റാണ്. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ബ്രോസ് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫേസ്, ഇപ്പം എൻ്റെ ഫേസ് അത്യാവശ്യം എന്താ പറയുക ബേസ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഐബ്രോസ് ഇങ്ങനെ ഡള്ളായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടായിരിക്കും. ഞാൻ ഫില്ല് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ആൻഡ് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത് ഞാൻ കാണിച്ചാൽ വേറെ വീഡിയോ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഇതിങ്ങനെ സൂം ചെയ്ത് ഭ്രാന്തമുള്ളൂ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ ഫേസിന് ഓരോ ടൈപ്പ് ഐബ്രോസ് ആണ് സ്യൂട്ട് ആവുക. കണ്ടോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. ഈ ഒരു ഭാഗം നല്ല ഡിഫൈൻഡ് ആയിട്ടുണ്ട്, പക്ഷെ ഈ ഭാഗം കണ്ടല്ലേ ഇങ്ങനെ ഒരു ജീവനിലാണ്ട് ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ കുറേ വാരി വരച്ച് കുഞ്ഞു കുട്ടികളെ കണ്ടിരുന്ന പോലെ കൺമഷി കൊണ്ട് അങ്ങനെ ഒന്നും എഴുതി കൊടുക്കണ്ട. സിമ്പിളായിട്ട് എഴുതി കൊടുത്താൽ മതി. ആൻഡ് ബാക്കിയുള്ളത് നമ്മൾ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഓടിച്ചെടുക്കുക. ബാക്കി കയ്യിലുണ്ടാവും, അത് വെച്ചിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടേക്ക് ഒരു ബ്ലാക്ക്നെസ് കിട്ടുകയും ചെയ്യും, എന്നാൽ ഡള്ളാവുകയില്ല. അത്രേ ഉള്ളൂ. ഇവിടെയും കൊടുക്കുക, സെയിം ഇപ്പോഴത്തെ ജസ്റ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പൗഡർ കയ്യിലെടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം ബേസിക് അല്ലേ, ബിഗിനർ അല്ലേ. ഇനി അതല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബേസിക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബിഗിനർ എന്ന രീതിയിൽ വേണ്ടത് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റും എപ്പോഴും യൂസ് ചെയ്യാവുന്നത് ഒരു ഹിമാലയയുടെ നല്ലൊരു ലിപ് ബാമാണ്. ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ എന്തായാലും ലിപ്സ്റ്റിക് ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്നത് ADSൻ്റെ ആണ്. ആൻഡ് ഇൻ ദ ഷെയ്ഡ് 36 ആണ് ADSൻ്റെ. സോ അത് ഭയങ്കര ന്യൂഡാണ്, ഇട്ടിട്ടുണ്ടെന്ന് അറിയേയില്ല. അതൊന്ന് അപ്ലൈ ചെയ്യണേ. ഞാനും അത്യാവശ്യം ഒരു നാട്ടിൻ പുറത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ ഇടാറില്ല. ലിപ് ഗ്ലോസ് ഇടാറുണ്ടായിരുന്നു പണ്ട്. അതേപോലെ തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്യാറുണ്ട് നൈസായിട്ട്. അത്രേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇടാറില്ല. ഇപ്പോഴാണ് പിന്നെയും ന്യൂഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ തുടങ്ങിയത്. സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ തോന്നില്ലേ, കണ്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണെഴുതലാണ്. അത് ഞാൻ ലാസ്റ്റാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു പൊട്ട് വയ്ക്കാം നമുക്ക് സിമ്പിളായിട്ട്. നാടൻ ലുക്ക് എന്നുള്ള രീതിയിലും ഫോർ ബിഗിനർ എന്നുള്ള രീതിയിലും ഇങ്ങനത്തെ ഗോൾഡൻ പൊട്ടുകളൊക്കെ മേടിക്കാൻ കിട്ടും. നോർമൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള സിമ്പിൾ പൊട്ടുകളാണ് ഞാൻ ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ വച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല അങ്ങനത്തെ പൊട്ടുകൾ. ഇപ്പോഴത്തെ ട്രെൻഡ് അത് തന്നെയാണല്ലോ, കാണാൻ പാടില്ല അങ്ങനത്തെ രീതിയിലും. എല്ലാം കാണാത്ത രീതിയിൽ തൊടണം. ഈവൻ ഇപ്പോൾ സിന്ദൂരം തന്നെ ഒരു ഡോട്ടാണ് എല്ലാവരും. കാരണം തൊട്ടിട്ടുണ്ടോ, ഉണ്ട്, ഇല്ല, ആ ലെവലിലാണ് എല്ലാം ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഡാസ്ലറിന്റെ നോർമൽ ഒരു ഐലൈനർ ആണ്. പക്ഷെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാക്മി ഇൻസ്റ്റാ ലൈനർ ആണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഡാസ്ലറിന്റെ തന്നെ വാട്ടർ പ്രൂഫ് ഉണ്ട്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഐസ് എഴുതാം. വിങ്ഡ് വേണമെങ്കിൽ വിങ്ഡ് എഴുതാം, അല്ലാണ്ട് നോർമൽ വേണമെങ്കിൽ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ്.
സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ഈ ഇതിൽ കാണുന്നതൊക്കെ കുറച്ചുകൂടെ ഒരു ഗ്ലേസിങ് ഉണ്ട്, ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് മിററിലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലൈറ്ററോ ഒരു കാര്യവും ഇല്ല, ഒന്നും വേണ്ട. ശരിക്കും ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അഫോർഡബിളിന് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ അത്. അപ്പോൾ ഐസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കണ്ണെഴുതാം. നിങ്ങൾക്ക് ഐലൈനർ വെച്ചിട്ടുണ്ട് താഴെ കണ്ണെഴുതാൻ എക്സ്പേർട്സ് ആണെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് തന്നെ എഴുതാം. എൻ്റെ ഹൽദി മേക്കപ്പ് ട്യൂട്ടോറിയലിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. താല്പര്യമില്ലാത്തവർക്ക് ഇഷ്ടമുള്ളൊരു എന്താ പറയുക ഇങ്ങനത്തെ കാജൽ സ്റ്റിക്സ് വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഇത് ADSൻ്റെ ആണ്, പക്ഷെ ഇതിന് പ്രൈസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ആൻഡ് ഇതിൽ റേറ്റ് കൊടുത്തിട്ടില്ല, എത്രയാണോ എന്തോ. അപ്പോൾ ADSൻ്റെ ഉണ്ട്, ലാഗ്മേഡ് ഉണ്ട്, മെബലൈൻ്റെ ഉണ്ട്, ഒരുപാട് SQൻ്റെ സ്റ്റേക്കോക്കെ ഉണ്ട്. പിന്നെ അതിന് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കാം. ഞാനിവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്, മെബലൈൻ്റെ കൊളോസൽ കാജലാണ്. ഇതെടുത്തിട്ട് ജസ്റ്റ് ഇത്ര പോർഷൻ, എനിക്കതാണല്ലോ പൊതുവെ ഇഷ്ടം, കുറച്ച് അപ്ലൈ ചെയ്യാനാണ്. ഇപ്പൊ തുടങ്ങിയാണ് ഒരു ട്രെൻഡാണ് കേട്ടോ അത്. കാരണം ഞാൻ പണ്ടൊക്കെ നല്ലോണം കണ്ണെഴുതായിരുന്നു, കണ്ണെഴുതാണ്ട് എവിടെയും പോകാറില്ല. ക്ലാസ്സിലൊക്കെ ഈ ഭദ്രകാളുടെ പോലെ കണ്ണെഴുതിയിട്ടേ പോവാറ്. അപ്പൊ ഞാൻ സിമ്പിളായിട്ട് ഐസ് എഴുതിയിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ പിള്ളേർ തന്നെ പറയായിരുന്നു ഐസ്. ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയില്, ഞാൻ കണ്ണെഴുതുന്നത് കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് കണ്ണെഴുതി കൊടുക്കാനൊക്കെ പറയാറുണ്ട്. ഇത്രയും നന്നായിട്ടൊക്കെ എഴുതായിരുന്നു. ഇപ്പൊ പിന്നെ മടിയാ. അപ്പൊ 2 ഐസും ഞാൻ ഫില്ല് ചെയ്തു. അത്യാവശ്യം ബേസ് മേക്കപ്പ് അല്ല, എല്ലാ മേക്കപ്പും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബിഗിനർ എന്നുള്ള രീതിയിൽ ഞാൻ സെറ്റിംഗ് സ്പ്രേ പോലും കാണിക്കുന്നില്ല, ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് കാണിക്കാവുന്ന ഒരു സംഭവമാണ്. ഞാനിവിടെ നിർബന്ധം പറയുന്നില്ല, കാണിച്ചിട്ടില്ല, ജസ്റ്റ് പറയുന്നതാണ്. ഒരു മസ്കാര, ബ്ലൂ ഹെവന്റെ മസ്കാരയാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണത്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ആൻഡ് ഞാൻ ചിലപ്പോൾ പ്രൊഡക്റ്റിൽ ഇതും കൂടെ മെൻഷൻ ചെയ്യും കേട്ടോ, ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കുക. ആൻഡ് ഇതിന്റെ പ്രൈസും വളരെ കുറവാണ്. റേറ്റ് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ മെൻഷൻ ചെയ്യാം, സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. സിമ്പിൾ മസ്കാരയാണ് ആൻഡ് നല്ലൊരു മസ്കാരയാണ്. നിങ്ങൾക്ക് ഇത് ബേസ് മേക്കപ്പിന് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി മസ്കാരയാണ്. ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മസ്കാരയാണ്. കുഞ്ഞു മസ്കാരയാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ബ്രഷസും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം. നമുക്ക് സെക്കൻഡ് ലെവൽ ഓഫ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഐ തിങ്ക് അത് ഞാൻ വീക്ക്ലി ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഫോർ ഏറ്റവും ബിഗിനേഴ്സ് മേക്കപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക്, എന്തൊക്കെ പ്രൊഡക്ട്സ് വാങ്ങിക്കണം എന്ന് അറിയാത്തവർക്കുള്ള അഫോർഡബിൾ റേഞ്ചിലുള്ള ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആൻഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം, ബൈ.